കർത്താവേ, മരുന്നോ ലേപനോ വൃക്ഷങ്ങളല്ല, ജീവിക്കുന്ന അങ്ങയുടെ വചനമാകുന്ന അങ്ങയുടെ വചനമാണ് ഞങ്ങൾ സുഖപ്പെടുത്തുന്നത്. ആ വചനമാകുന്ന അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ചങ്കുപൊട്ടി എന്ന് വിളിച്ച മക്കളെ, ഈശോയെ എന്ന് വിളിച്ചേ. അത് അത്ഭുതങ്ങളുടെ നാമമാണ്, രക്ഷയുടെ നാമമാണ്. ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അനേക മക്കൾ കിടന്നുറങ്ങുന്ന ഈ രാത്രിയിൽ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ വലിയ അഭിഷേകം വേണം. നമുക്ക് ആത്മാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമേരിക്കയിൽ ഒരു വലിയ കിണറുണ്ടെന്നാണ് കേട്ടത്. ആ കിണറിന്റെ പേര് സാധാരണ കിണറല്ല, അതൊരു എണ്ണക്കിണറാണ്. ഈ എണ്ണക്കിണറിന്റെ പേര് യാറ്റസ് പൂൾ എന്നാണ്. യാറ്റസിന്റെ എണ്ണക്കിണർ എന്നർത്ഥം. എന്താ ഈ കിണറിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ യാറ്റസ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ഒരു കർഷകനായി, ധാരാളം കൃഷി സ്ഥലങ്ങളുള്ള ഒരു കർഷകൻ. എത്രമാത്രം കൃഷി ചെയ്തിട്ടും വലിയ സമ്പാദ്യമൊന്നുമില്ലാത്ത, ധാരാളം കൃഷി സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും വലിയ ഒന്നും നേടാനാകാത്ത ഒരു കർഷകൻ. ഒരു ദിവസം അയാളുടെ ഈ ഭൂമിയിലൂടെ ഒരു ഗവേഷണ സംഘം കടന്നുപോയി. എന്നിട്ട് അവർ യാറ്റസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാറ്റസ്, നിങ്ങളുടെ ഈ ഭൂമിയിൽ എണ്ണയുടെ നിക്ഷേപമുണ്ട്, ഞങ്ങളത് കണ്ടെടുക്കുന്നതിന് വേണ്ടി തന്നെ സഹായിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഈ കണ്ടെടുക്കുന്ന എണ്ണയുടെ ഒരു ഭാഗം ഞങ്ങൾക്കുള്ളതായിരിക്കും. അയാൾ അവരുമായിട്ടൊരു കരാറിൽ ഒപ്പിട്ടു. അങ്ങനെ ആ കരാറിൻ്റെ ഫലമായിട്ട് അവർ ഇവിടെ നിന്ന് എണ്ണ കണ്ടെത്തി. അങ്ങനെ ഇപ്പോൾ ഈ അമേരിക്കയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായിട്ടാണ് ഇത്ര ഈ യാറ്റസിനെ എണ്ണുന്നത്. ഇപ്പം ഈ യാറ്റസിന് എങ്ങനെയാണ് മാറ്റം വന്നത്? ആത്മാവ് ഈ മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന എണ്ണയുടെ നിക്ഷേപം കണ്ടെത്താനായപ്പോൾ യാറ്റസിന്റെ ജീവിതം മാറിപ്പോയി. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ബൈബിളിൽ രണ്ടു തരം സമൂഹത്തെക്കുറിച്ച് കാണുന്നില്ലേ? ഒന്ന് ബാബേൽ ഗോപുരം പണിത ജനസമൂഹമാണ്. ഈ ബാബേൽ ഗോപുരം പണിത ജനസമൂഹത്തിനെ നമ്മൾ കാണുന്നു, ഒരേ ഭാഷ സംസാരിക്കുന്ന ജനത. ഈ ഒരേ ഭാഷ സംസാരിക്കുന്ന ജനത അവർ ദൈവത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ചു. എന്നിട്ട് ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് ദൈവത്തോട് ഹായ് പറയണം. അതിനുവേണ്ടി അഹങ്കാരത്തോടെ അവൻ ആ ഗോപുരം നിർമ്മാണം തുടങ്ങി. അത് കണ്ട ദൈവം അവരുടെ ഭാഷ ചിതറിച്ചു കളഞ്ഞു എന്നാണ് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഭാഷ ചിതറിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കെട്ടിടം പണി മുന്നോട്ട് പോകുന്നില്ല. വെള്ളം ചോദിക്കുമ്പോൾ ഇഷ്ടിക കൊടുക്കും, ഇഷ്ടിക ചോദിക്കുമ്പോൾ ചാന്ത് കൊടുക്കും, ചാന്ത് ചോദിക്കുമ്പോൾ കല്ല് കൊടുക്കും. അങ്ങനെ ഒന്നും മനസ്സിലാകുന്നില്ല. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല. ആ കെട്ടിടം പണി അവിടെ ഉപേക്ഷിച്ചു. ആ കെട്ടിടത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ബാബേൽ, അതായത് കൂടിക്കുഴഞ്ഞ. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത, കൂടിക്കുഴഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സമൂഹം. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആ സമൂഹത്തിലെ ആളുകൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാണ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഈ സമൂഹത്തിലെ ജനങ്ങൾ ഒരുമിച്ച് വന്ന് അവരുടെ ഇടയിൽ ഒരു മുക്കുവനാണ് പ്രസംഗം പറയുന്നത്. പത്രോസ്, ഒരു മുക്കുവന്റെ പ്രസംഗം. ആ പ്രസംഗം കേട്ട് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന അവർക്ക് ഗലീലിയക്കാരനാണ് പത്രോസ്. ഗലീലിയക്കാരുടെ ഭാഷയ്ക്ക് വലിയ ശുദ്ധിയില്ല എന്നാണ് പറയുന്നത്. ചില നാട്ടുകാരുടെ ഭാഷ പോലെയാണ്. ചില നാട്ടുകാർ നമ്മൾ അധിക്ഷേപിച്ച് പറയില്ലേ, അതുപോലെ ഇസ്രായേൽക്കാർ അധിക്ഷേപിച്ച് പറഞ്ഞിരുന്ന ഒരു ജനതയാണ് ഗലീലിയക്കാർ. അവനൊരു ഗലീലിയക്കാരനാണ്, അവൻ്റെ ഭാഷ കേട്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ ഭാഷ സംസാരിച്ചപ്പോൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന അവർക്കെല്ലാവർക്കും അത് തങ്ങളുടേതായ ഭാഷയിൽ മനസ്സിലായി. ഇവിടെ എന്താ വ്യത്യാസം വന്നത്? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് പല ഭാഷകൾ സംസാരിക്കുന്നവർക്ക് അത് തങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ. ഭാര്യ പറയുന്ന ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഇനി മാതാപിതാക്കന്മാർ പറയുന്ന കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല,
കുട്ടികൾ പറയുന്ന മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകുന്നില്ല. ആ കുടുംബത്തിനിടേണ്ട പേരാണ് ബാബേൽ. എന്നാൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരേ മലയാളം തന്നെയാണെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനാൽ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാം. ആത്മാവ് നിറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെ കുടുംബങ്ങളായി മാറും. ചൊല്ലി തരുന്ന പ്രാർത്ഥന ഒരിക്കൽ കൂടി ചൊല്ലി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ആകാശം തുറന്ന് സ്ത്രീകന്മാരുടെ മേൽ പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളിൽ വന്ന് നിറയണമേ, നിറഞ്ഞു കവിയണമേ. സ്ത്രീകന്മാർക്ക് തീഷ്ണത കൊടുത്ത പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാർക്ക് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവേ, ദൈവിക തീഷ്ണതയാ, ദൈവിക ശക്തിയാ ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അന്ധചിത്രങ്ങളെയും തുടച്ചു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ അഭിഷേക തൈലമേ, ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങണമേ. ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ പരിശുദ്ധാത്മാവേ അഭിഷേക തൈലമായി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ തിരുമുൻപിൽ നമ്മുടെ എല്ലാ യാചനകളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കൃപകൾ വർഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളായ കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പാടി ഈ നിമിഷങ്ങൾ ആത്മാവിന്റെ വരദാനമുള്ള നിമിഷങ്ങളായി മാറുവാൻ, ആത്മാവിന്റെ കൃപയൊഴുകുന്ന നിമിഷങ്ങളായി തീരുന്നതിന് വേണ്ടി നമുക്ക് കരങ്ങളടിച്ച് പാട്ട് പാടി തീഷ്ണതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാൻ നീ ചൊരിയണമേ. രണ്ട് സൈഡിലേക്കും ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാൻ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകും. ഓ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണം. ഞങ്ങളുടെ കുടുംബങ്ങൾ ബാബേൽ ഗോപുരങ്ങൾ പോലെ തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. അതിനെ പന്തക്കുസ്ത അവസ്ഥയിലേക്ക് കൈപിടിച്ചുയർത്താൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന യാത്രയോടെ തീഷ്ണതയോടെ കരങ്ങളെത്തി വിളയാടി പ്രാർത്ഥിച്ച് നിറയുമ്പോൾ നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുതൽ നേടും. ശാപശക്തികൾ മാറിപ്പോകും. എല്ലാ പാപത്തിന്റെ കെട്ടുകളെയും പൊട്ടിച്ചെറിയാൻ സാധിക്കും. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേക തൈലമായി ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന പ്രാർത്ഥനയോടെ യാചനയോടെ കർത്താവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു.
സെഹിയോൻ ശാല തന്നി തീനാവെന്നതുപോ പാവന സ്നേഹവുമായി ആഗതനാഗണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സെഹിയോൻ ശാല തന്നി തീനാവെന്നതുപോ പാവന സ്നേഹവുമായി കരങ്ങളെ ഉയർത്തിയടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. സഹനം നിറയും ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. ദാഹത്തോടെ പരിശുദ്ധാത്മാവേ വരണ്ടുണങ്ങിയ ഭൂമി നീരുറവയ്ക്ക് വേണ്ടി നിറയണമേ. നിറഞ്ഞു കവിയണമേ. കൃപ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ കൃപയുടെ കരങ്ങളെ പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകം കൊണ്ട് സ്തുതിച്ചത് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാ പൈശാചിക ശക്തികളെയും ആരോഗ്യ ബന്ധങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയോടെ അമ്മേ മാതാവേ, പിശാചിന്റെ തല തകർക്കാൻ പുത്രന് ജന്മം നൽകിയ അമ്മേ, പൈശാചിക ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ അറിഞ്ഞു പറയുമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണമെന്ന് അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ആരോഗ്യ മാതാവ് എന്നാണല്ലോ അമ്മയെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകി സൗഖ്യം നൽകുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ അറിഞ്ഞു പറയുമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ നാഥിയായ അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ പലപ്പോഴും ഞങ്ങൾ നേരത്തെ ധ്യാനിച്ചതുപോലെ ബാബേൽ ഗോപുരങ്ങൾ പോലെ തകർന്നു കിടക്കുകയാണ്. ജീവിതസഖി പറയുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കാതെ, ഭാര്യ പറയുന്നത് ഭർത്താവിനോ ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ എന്തോ ദൈവത്തിൻ്റെ കൃപ പോയി കിടക്കുന്ന അവസ്ഥയിലാണ്. ആ മേഖലകളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അനിവാര്യമാണെന്ന് അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങൾ തിരുക്കുടുംബത്തെ പോലെ ആയിത്തീരുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് യാചനയോടെ നന്മ അറിഞ്ഞു പറയുമേ, സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാൻ. പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കാം. നമുക്ക് ശേൽപ്രവിടര് ഈ വർഷത്തിലെ ആദ്യത്തെ ജാഗരണ പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ തകർച്ചകളൊക്കെ
കഴിഞ്ഞ വർഷത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെയൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോ തകർച്ചകളും ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. ആ ബോധ്യത്തോടു കൂടി ഇതിനെയൊക്കെ നമുക്ക് നോക്കിക്കാണാം. നിങ്ങളിപ്പോൾ പലപ്പോഴും പേപ്പർ വായിക്കുകയാണെങ്കിൽ പേപ്പറിൻ്റെ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു വാർത്തയിൽ നമുക്ക് കാണാം ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം. നിങ്ങൾക്കറിയാമോ, ഈ യുദ്ധം തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. 1948 അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത 1948 അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൂടി പഴയ ഇസ്രായേലിൻ്റെ സ്ഥലത്ത് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പേര് കൊടുത്തുകൊണ്ട് ഒരു പുതിയ രാജ്യം. എങ്ങനെയെങ്കിലും ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി സഖ്യം ചേർന്നിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഒരു നീണ്ട സഖ്യം. അന്നത്തെ ഏറ്റവും വലിയ സൈനിക സഖ്യമായിട്ടുള്ള ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ എന്നിങ്ങനെ നീണ്ടുകിടക്കുന്ന 7 രാജ്യങ്ങൾ. അപ്പോൾ അതിനെതിരെയാണ് ഈ സഖ്യരാഷ്ട്രങ്ങൾ ഈ കുഞ്ഞു രാജ്യത്തിനെതിരെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനത തോക്കും. അവരുടെ തോൽവി എത്രമാത്രം ഭയാനകമായിരിക്കുമെന്ന് അറിയാനേ ഉള്ളൂ. അങ്ങനെ ലോകത്തിലെ പത്രമാധ്യമങ്ങളൊക്കെ അവരുടെ വാർത്ത അച്ചടിച്ച് മഷി ഉണങ്ങാൻ കാത്തിരുന്നു. ഈ സഖ്യരാഷ്ട്രങ്ങൾ ഈ കുഞ്ഞു രാജ്യത്തിനെതിരെ, കേരളത്തിൻ്റെ 1/5 പോലും ഇല്ലാത്ത രാജ്യം, കേരളത്തിൻ്റെ 1/5 പോലും ജനസംഖ്യയില്ലാത്ത ഒരു കുഞ്ഞു രാജ്യവും വിസ്തൃതിയുമില്ലാത്തൊരു കുഞ്ഞു സ്ഥലമാണ്. അപ്പൊ ഈ സഖ്യരാഷ്ട്രങ്ങൾ ഈ കുഞ്ഞു രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള കോലാൻ കുന്നുകളിൽ 5 ലക്ഷത്തിലധികം ആളുകളെ ഇങ്ങനെ അണിനിരത്തിയേക്കാണ്. ഒരു സമയം തന്നെ യുദ്ധം കൊണ്ട് ഒരേ സമയം തന്നെ ഈ ജനത്തെ അങ്ങോട്ട് കൊന്നൊടുക്കണം. അതിനുവേണ്ടി ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള കോലാൻ കുന്നുകളിൽ 5 ലക്ഷത്തിലധികം ആളുകൾ അണിനിരന്നു കഴിഞ്ഞു. ഈ രാജ്യത്തിനെ ഒരേ സമയം തോൽപ്പിക്കാനായിട്ട്, അധികം സമയം കളയാതെ തോൽപ്പിക്കാനായിട്ട് 2000-ലധികം ടാങ്കറുകൾ ഈ രാജ്യത്തിന് ചുറ്റും അണിനിരന്നു. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ 2000-ലധികം ടാങ്കറുകൾ ഈ രാജ്യത്തിനെതിരെ അണിനിരന്നു കഴിഞ്ഞു. ഈ രാജ്യത്തിലേക്ക് പറന്നുയർന്ന് ഒരേ സമയത്ത് ബോംബ് വർഷിക്കാൻ കഴിയുന്ന രീതിയിൽ സഖ്യരാഷ്ട്രങ്ങളുടെ വിമാനത്താവളങ്ങളിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന 100-ലധികം വരുന്ന വിമാനങ്ങൾ ബോംബ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ആജ്ഞ കിട്ടിയാൽ അപ്പോൾ തന്നെ ഇത് പറന്നുയർന്ന് ബോംബ് വർഷിച്ച് ആ ജനങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കും. അങ്ങനെ 1968 ജൂൺ 5-ാം തീയതി അന്നാണ് യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇസ്രായേൽ ജനത തങ്ങളുടെ സിനഗോഗുകളിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. അവർ ചങ്ക് പൊട്ടി വിളിച്ച് കർത്താവിനെ വിളിക്കുകയാണ്. തങ്ങളുടെ പിതാക്കന്മാർ ചോരയും നീരും കൊടുത്ത് വീണ്ടെടുത്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി അന്യാധീനപ്പെടാൻ പോകുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനതയെന്ന് ഖ്യാതി നേടിയിരിക്കുന്ന ഇസ്രായേൽ ജനത ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടാൻ പോകുന്നു. അവരുടെ പ്രാർത്ഥന ഇസ്രായേലിന്റെ ജനനേതാവായ ദാവീദിന്റെ പ്രാർത്ഥനയാണ്. 32-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന സങ്കീർത്തകൻ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ചെറുപ്പം മുതൽ ഞാൻ അങ്ങിൽ പ്രത്യാശയർപ്പിച്ചു, എന്നെ കൈവിടരുതേ എന്നാണ് ഈ ഇസ്രായേലിന്റെ ജനനേതാവായ ദാവീദിന്റെ പ്രാർത്ഥന. കാലങ്ങൾക്ക് ശേഷം ഈ യുദ്ധം തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ
ഈ ഇസ്രായേൽ ജനത സിനഗോഗിൽ കയറി പ്രാർത്ഥിക്കുന്നത് മിതേ പ്രാർത്ഥനയാണ്. ദൈവമേ, ചെറുപ്പം മുതൽ ഞങ്ങൾ അങ്ങനെ പ്രത്യാശ അർപ്പിച്ചു, ഞങ്ങളെ കൈവിടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഒരു രാവിലെ തന്നെ കയറി പ്രാർത്ഥിക്കുകയാണ്. സമയം ഏതാണ്ട് ഒരു 8 മണിയായി. 8 മണിയായപ്പോഴേക്കും പറയുന്നത്, ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്, അപ്പോഴേക്കും ഇസ്രായേലിന്റെ ആകാശത്ത് നിന്ന് ഏതാണ്ട് 100ഓളം വരുന്ന വിമാനങ്ങൾ പറന്നിറങ്ങി. ഈ കാഴ്ച കണ്ട് ലോകം തന്നെ ഞെട്ടിത്തെറിച്ചു പോയി എന്നാണ് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ഇതുവരെയും റഡാറിന്റെ കണ്ണിൽപ്പെടാത്ത ആധുനിക പെയിന്റിംഗ് വിദ്യ എന്ന സംവിധാനം ഇപ്പോൾ ഈ നിമിഷം ഇസ്രായേൽ പരീക്ഷിക്കുകയാണ്. ഇങ്ങനെ പറന്നിറങ്ങിയ വിമാനങ്ങൾ അത് റഡാറിന്റെ കണ്ണിൽപ്പെടാതെ താഴ്ന്നു പറന്ന് ശത്രുരാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ വിമാനങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വിമാനങ്ങളെയും വിമാനത്താവളങ്ങളെയും ഒറ്റയടിക്ക് നശിപ്പിച്ചു കളഞ്ഞു. യുദ്ധം തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ രാജാവ് വെള്ളക്കൊടിയും പൊക്കി ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരോട് കേണപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും ഈ ഇസ്രായേൽ ജനത്തോട് യുദ്ധമൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ കേണപേക്ഷിച്ചത്. എന്നിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്, യുദ്ധം 6 ദിവസം നീണ്ടു നിന്നു. ആ 6 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് യുദ്ധം തുടങ്ങുമ്പോൾ എത്രമാത്രം ഭൂമി ഉണ്ടായിരുന്നുവോ അതിൻ്റെ 3 ഇരട്ടി സ്ഥലമായി. ഈ യുദ്ധം അത്ഭുതകരമായി വിജയിച്ച ഇസ്രായേൽ ജനത്തിനെ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരെല്ലാം വളരെയേറെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ യുദ്ധതന്ത്രം അതീവ ഹൃദ്യമാണ്, അതുകൊണ്ടല്ലേ നിങ്ങൾ വിജയിച്ചത്. അപ്പോൾ അവർക്ക് ലോകത്തോട് പറയാനുണ്ടായിരുന്നത് ഒരു ദൈവവചനമാണ്. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വിജയമല്ല. എന്നിട്ട് അവർ പറയാണ്, ഇത് ഞങ്ങളുടെ വിജയമല്ല, ഇത് ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന യാഹ്വേയുടെ വിജയമാണ്. എന്നിട്ടവർ പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത് 71-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ തിരുവചനമാണ്. സങ്കീർത്തകൻ എല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സങ്കീർത്തകൻ വിജയം കണ്ടെത്തിയപ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ ഭീതിജനകമായിട്ടുള്ള ഒരു അടയാളമായി തീർന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് ജീവിതം വർഷം ആരംഭിക്കുക. നിങ്ങൾ ഭീതിജനകമായിട്ടുള്ള അടയാളമായി തീരും. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു അല്പനേരം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന, ഈ വർഷത്തെ നമ്മൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഈ വർഷത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നു. ഞങ്ങളെ കൈവിടരുതേ. ഇസ്രായേലിന്റെ ജനനേതാവായ ദാവീദിനെ പോലെ കർത്താവായ ദൈവമേ, ചെറുപ്പം മുതൽ ഞങ്ങൾ അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നു. ഞങ്ങളെ ഭീതിജനകമായ അടയാളമാക്കി മാറ്റണമേ. ശത്രുക്കളെ ചിതറിക്കണമേ. ഈ വർഷ അനുഗ്രഹങ്ങളുടെ വർഷമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ഓർക്ക, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഏതെങ്കിലും നിരാശകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ നിരാശ മേഖലകളെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ആരാധന, ആരാധന, ആയിരം ആരാധന, 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 ആത്മാവിലാരാധന. ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടൊന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചേ. ആരാധന, ആരാധന, ആയിരം ആരാധന, ആരാധന, ആരാധന,
ആടിയിരുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കെ പെട്ടെന്നിരുന്ന നമ്മൾ ഇപ്പൊ ചരിത്രമാണ് കണ്ടത്. കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് കണ്ടത്. അവർ ഭീതിജനകമായിട്ടുള്ള അടയാളമായിട്ട് തീർന്നു എന്ന്. നിങ്ങൾ കർത്താവിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അത്ഭുതകരമായിട്ടുള്ള അടയാളമായിട്ട് തീരുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. പെറു എന്ന് പറയുന്ന രാജ്യം, ഈ രാജ്യത്തിൽ അവിടെയുള്ള ഒരു ഗ്രാമമാണ് ലീമ എന്ന് പറയുന്ന ഗ്രാമം. ഏതാ രാജ്യം മക്കളെ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് ഹല്ലേലൂയ. ഏതാ രാജ്യം? അത് ഗ്രാമം. ഏതാണ് രാജ്യം? പെറു എന്ന് പറയുന്ന രാജ്യം. ഏതാ ഗ്രാമം? ലീമ. ലീമ എന്ന് പറയുന്ന ഒരു ഗ്രാമം. അവിടെ കറുത്ത വർഗക്കാർ മാത്രം ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനി ഉണ്ട്. ഇത് കറുത്ത വർഗക്കാർക്ക് വേണ്ടിയുള്ള ഒരു കോളനി. അവിടെ കുറെ കാലമായിട്ടൊരു സായിപ്പ് ജീവിക്കുന്നുണ്ട്. ആ സായിപ്പിന്റെ പേര് ഡോൺ ജുവാൻ ഡി പോറസ് എന്നാണ്. പേരൊന്ന് പറഞ്ഞു നോക്കി. ഡോൺ ജുവാൻ ഡി പോറസ്. ഉറങ്ങുന്ന ചേച്ചിമാരൊക്കെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഉറങ്ങാത്തവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറങ്ങാത്തവരാ കൂടുതൽ. അപ്പൊ ആ സായിപ്പിന്റെ പേരൊന്ന് പറഞ്ഞേ. ഡോൺ ജുവാൻ ഡി പോറസ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സായിപ്പ് കുറെ കാലമായിട്ട് അവിടെ താമസിക്കുന്നു. വെറുതെ താമസിക്കുകയല്ല. ഈ സായിപ്പ് അവിടെ ഒരു കറുത്ത സ്ത്രീയുടെ കൂടെ, ആ സ്ത്രീയുടെ പേര് മരിയ എന്നാണ്. ഈ കറുത്ത സ്ത്രീയുടെ കൂടെയാണ് സായിപ്പിന്റെ വാസം. അങ്ങനെ ഒരു ദിവസം ഈ സായിപ്പിന് അറിയാം ഈ കോളനിയിലുള്ള തൻ്റെ താമസമാണ് തൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ തടസ്സമെന്ന് സായിപ്പിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ കോളനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാലേ അയാൾ ഉയർന്നു വരികയുള്ളൂ. ഗവർണറാകാൻ പോലും സാധ്യതയുള്ള സായിപ്പാണ്. അതയാൾ ഈ സ്ത്രീയോട് കൂടെ കൂടെ പറയാറുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീ, ഈ കറുത്ത സ്ത്രീ, എന്താ അവളുടെ പേര് ചേച്ചിമാരെ? മരിയ. ഈ കറുത്ത സ്ത്രീ തൻ്റെ ഇളയ പെൺകുട്ടിയെ, അപ്പൊ 2 കുട്ടികളുണ്ട്, കുട്ടികളെ മാമോദീസ മുക്കിയിട്ടുണ്ട്. മാമോദീസ രജിസ്റ്റർ കുട്ടികളുടെ പേര്, അപ്പന്റെ പേരിന്റെ സ്ഥാനത്ത് പേരെഴുതിയിട്ടില്ല. കാരണം ഇതൊരു വക കൂടി താമസമാണ്, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഈ സായിപ്പ്, ഈ കറുത്ത സ്ത്രീ തൻ്റെ ഇളയ പെൺകുട്ടിയെ, ഈ പെണ്ണ് അലക്കു ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അവിടെ ഒരു മേശ കിടപ്പുണ്ട്. ആ മേശപ്പുറത്തിരുന്ന് തൻ്റെ ഇളയ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ജെയിൻ എന്നാണ്, ആ പെൺകുട്ടിയുടെ തല ചീകി ഒതുക്കുന്നത് അയാൾ ഇങ്ങനെ സാഹൂതം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ചിന്തിക്കുന്നു, ഈ പെൺകുട്ടിയെ താനുമായി ബന്ധിപ്പിക്കുന്ന എന്ത് ഘടകമാണുള്ളത്? ഈ പെൺകുട്ടിയെ താനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകവുമില്ല എന്നയാൾ വേദനയോടെ തിരിച്ചറിയുകയാണ്. ആ സായിപ്പിന്റെ തൊലിയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ നല്ല വെളുത്ത തൊലിയുള്ള സായിപ്പ്. പക്ഷേ ആ പെൺകുട്ടിയാണെങ്കിൽ കറുത്ത തൊലിയുള്ള കുട്ടിയാണ്. അയാൾ അവളുടെ മുടിച്ചുരുളുകളിലേക്ക് നോക്കി. അയാളുടേത് നല്ല ചെമ്പൻ മുടിയാണ്, ഇത് കറുത്തിരണ്ട മുടിച്ചുരുളുകൾ. ഈ പെൺകുട്ടിയെ താനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകവുമില്ല എന്നയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഈ കറുത്ത സ്ത്രീ അവൾ ചീകിയൊതുക്കി അവളുടെ മുടി കെട്ടുന്നതിന് വേണ്ടി ഒരു ചുവന്ന റിബൺ എടുത്ത് ആ മുടി ചീകിയൊതുക്കി കെട്ടുകയാണ്. എന്നിട്ട് അയാൾ ആ റിബണിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയെ താനുമായി ബന്ധിപ്പിക്കുന്ന ഏക ഘടകം ഈ റിബണിന്റെ കളറാണ്. താൻ ഇട്ടിരിക്കുന്ന കോട്ടിന്റെ കളർ ചുവപ്പാണ്. അതുപോലെ ഈ പെൺകുട്ടിയുടെ തലയിൽ കെട്ടുന്ന റിബണിന്റെ കളറും ചുവപ്പാണ് എന്നല്ലാതെ ഈ പെൺകുട്ടിയെ താനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകവുമില്ല എന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം ഈ മേശയുടെ താഴെ സോപ്പ് വെള്ളത്തിൽ നിന്ന് കളിക്കുന്ന തൻ്റെ മൂത്ത ആൺകുട്ടിയെ ഒന്ന് നോക്കി. ഒരു 6-7 വയസ്സുണ്ടവന്. ആ കുട്ടിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കരിമ്പൂതം എന്നാണ്. കരിമ്പൂതം പോലെ ഒരു സാധനം, കറുത്ത് ക്ഷീണിച്ച ഒരു കുട്ടി.
ഏതെങ്കിലും കരിമ്പൂതം ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞേ ഹാലേലുയ്യ. അതന്നെ, എന്ത് കേട്ടാലും അങ്ങോട്ട് ഹാലേലുയ്യ പറഞ്ഞോളൂ. അപ്പോൾ കരിമ്പൂതം പോലെ ഇതിനെ കരിമ്പൂതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സായിപ്പിന് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ആ സായിപ്പ് എന്നോ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ നിറവുമുള്ള ബാഗുമെടുത്ത് സായിപ്പ് ഇറങ്ങിപ്പോരുകയാണ്. ആ സ്ത്രീക്ക് മനസ്സിലായി ഇയാൾ തന്നെ ഉപേക്ഷിച്ചു പോകുകയാണ് എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. പക്ഷേ അവൾ അയാളെ തടഞ്ഞില്ല. കാരണം അയാൾ കൂടെ കൂടെ പറയാറുണ്ട്, ഈ ചേരി പ്രദേശത്തുള്ള തൻ്റെ വാസമാണ് തൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഒക്കെ തടസ്സമെന്ന് അയാൾ കൂടെ കൂടെ ഈ സ്ത്രീയോട് പറയാറുള്ളത് കൊണ്ട് അവൾ അയാളെ തടഞ്ഞില്ല. അങ്ങനെ അയാളെ വാതിൽപ്പടി വരെ അവൾ അനുധാപനം ചെയ്യുന്നുണ്ട്. ദൂരെ ഒരു പൊട്ടുപോലെ അയാൾ മറഞ്ഞു പോകുമ്പോൾ അവൾ വേദനയോടെ തിരികെ നടക്കുന്നു. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ കരിമ്പൂതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആൺകുട്ടി അവൻ എന്തോ കുസൃതി കാണിച്ചത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, അസത്തെ ഇറങ്ങിപ്പോവും, അപ്പന് പോലും നിന്നെ വേണ്ടെങ്കിൽ പിന്നെ ആർക്കാ നിന്നെ വേണ്ടത്. അങ്ങനെ ഈ കൊച്ചിനെ പൊതുവെ തള്ളിയാണ്. ഈ കൊച്ചിനെ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതിൻ്റെ അനിയത്തിയുടെ പേര് ഓർക്കുന്നുണ്ടോ? എന്താ പേര്? ജെയിൻ എന്ന് പറയുന്ന അനിയത്തിയുടെ കൈയും പിടിച്ച് അവൻ റോഡിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അവന്റെ ലക്ഷ്യം റോഡിന്റെ അപ്പുറത്തൊരു ചെറിയ ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഒരു മനോഹരമായിട്ടുള്ള ക്രൂശിത രൂപമുണ്ട്. അവന്റെ അമ്മ സമയം കിട്ടുമ്പോഴൊക്കെ അവനെ അവിടെ കൊണ്ടുപോകാറുണ്ട്. ആ ക്രൂശിത രൂപത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ അവനോട് പറയാറുണ്ട്, മോനെ, ഭൂമിയിൽ ഏത് പിതാവ് നിന്നെ കൈവിട്ടാലും നിന്നെ കൈവിടാത്തൊരു പിതാവുണ്ട്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിന്നെ കൈവിടാത്ത, പ്രതിസന്ധികളിൽ നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട് എന്ന് കാണിച്ചു പറഞ്ഞുകൊണ്ട് ഈ ക്രൂശിത രൂപത്തിലെ അമ്മ അവന് കാണിച്ചു കൊടുക്കാറുണ്ട്. അവനറിയാം അമ്മയ്ക്ക് തന്നോട് സ്നേഹമാണെന്നൊക്കെ അവനറിയാം. പക്ഷെ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? അമ്മയ്ക്ക് അപ്പൻ ഇറങ്ങിപ്പോയി ഇതൊക്കെ മനസ്സിലാക്കാൻ, കൂട്ടി വായിക്കാനൊക്കെ അവൻ അറിയുന്നുണ്ട്. എന്നിട്ട് ചരിത്ര പുസ്തകങ്ങൾ പറയാണ്, അവൻ ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീടും അവന്റെ ജീവിതത്തെ തകർക്കുന്ന ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ അവൻ പതറിയില്ല. അവൻ ആ ക്രൂശിത രൂപത്തിൽ ചെറുപ്പത്തിൽ അമ്മ അവനോട് പറഞ്ഞു കൊടുത്തതുപോലെ, ജീവിതത്തിൽ ആര് നിന്നെ കൈവിട്ടാലും ഏത് ക്ലേശങ്ങളുണ്ടായാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ആ ക്രൂശിത രൂപത്തിൽ അവൻ പ്രത്യാശ അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവന്റെ ജീവിതത്തിൽ അവനെ തകർക്കുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായപ്പോഴെല്ലാം അവൻ ആ ക്രൂശിത രൂപത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇന്ന് ആ കരിമ്പൂതം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കരങ്ങളുയർത്തുന്ന പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ആ കരിമ്പൂതം ഏത് പേരിലാണ് സഹോദരിമാരെ സഹോദരന്മാരെ അറിയപ്പെടുന്നത്? ഉറക്കെ പറഞ്ഞേ, കേട്ടില്ലല്ലോ. ഹല്ലേലൂയ. ധൈര്യമുള്ള ആരെങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആ കരിമ്പൂതത്തിന്റെ ഇന്നത്തെ പേരെന്താണ്? അവനാണ്, ശരിയായിരിക്കും, ഞാൻ കേട്ടില്ല. അവനാണ് സകല അൾത്താരകളിലും വണങ്ങപ്പെടുന്ന മാർട്ടിൻ ഡി പോറസ് എന്ന് പറയുന്ന കറുത്ത പുണ്യാളൻ. കണ്ടോ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ വലിയ വലിയ കൃപകൾ ഉണ്ടാകുമെന്ന് ഇവിടെ വിശുദ്ധന്മാരുടെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒന്ന് അല്പനേരം എഴുന്നേറ്റ് നിന്നേ. രാത്രിയല്ലേ, ഉറക്കൊക്കെ പോട്ടെ. ഒരല്പനേരം എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചതുപോലെ, അങ്ങിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ,
യേശുവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ. പ്രത്യാശ നഷ്ടപ്പെട്ട ആത്മഹത്യയുടെ പടിയിക്കലെത്തിയിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ടാകാം, കുടുംബങ്ങളുണ്ടാകാം. അവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. രോഗത്തിന്റെ മേഖലകളിൽ ഒത്തിരിയേറെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ അവർക്ക് പ്രത്യാശ പകർന്നു നൽകണമേ എന്ന് യാചനയോടെ പ്രാർത്ഥിച്ചേ. കരങ്ങളെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായിട്ടിരുന്നേ. പെട്ടെന്ന് ചാടിയിരിക്കുക, ചാടി എഴുന്നേൽക്കുക. അപ്പൊ നമുക്ക് ഒത്തിരിയേറെ കൃപയോടെ ദൈവവചനം കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു ചരിത്രം കണ്ടു. ചരിത്രത്തിൽ എന്താ നമ്മൾ കണ്ടത്? ഇസ്രായേൽ ജനത ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവേ ഞാനൊരു ഭീതിജനകമായിട്ടുള്ള അടയാളമായി തീർന്നു എന്ന് ദാവീദ് കാലങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഏറ്റുചൊല്ലി പറയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ ജനത്തിന്റെ പ്രത്യേകത. രണ്ടാമത് നമ്മൾ കണ്ടത് ഒരു വിശുദ്ധന്റെ ചരിത്രമാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇനി നമ്മൾ മറ്റൊരു ചരിത്രമാണ് കാണാൻ പോകുന്നത്. അത് വിയറ്റ്നാമിന്റെ ആർച്ച് ബിഷപ്പിനെ കുറിച്ചാണ്. വിയറ്റ്നാമില് ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ ആർച്ച് ബിഷപ്പിന്റെ പേരാണ് ഫ്രാൻസിസ് സേവിയർ യുവാങ് വാൻ ട്വാങ്. പേരൊന്ന് പറഞ്ഞു നോക്കി. പകുതിയെ കിട്ടുള്ളൂ. ഫ്രാൻസിസ് സേവിയർ, അത്രയൊന്ന് പറഞ്ഞു നോക്കിയേ. പിന്നെ ഒരു ചെറിയ പേരാണ് യുവാങ് വാൻ ട്വാങ്. മൂക്കൊന്ന് പതിപ്പിച്ച് വെച്ചാൽ കൃത്യം കിട്ടും. അപ്പോ ഫ്രാൻസിസ് സേവിയർ യുവാങ് വാൻ ട്വാങ് ഒന്ന് പറഞ്ഞു നോക്കിയേ. അയാൾ ഇവിടുത്തെ ആർച്ച് ബിഷപ്പാ. ഒന്ന് പറയുമ്പോ മറ്റൊന്ന് പറഞ്ഞു. എവിടുത്തെ ആർച്ച് ബിഷപ്പാ? വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പ്. ഈ വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പ് അദ്ദേഹം കിരാതനമായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ പേരിൽ അദ്ദേഹം 13 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. എത്ര വർഷം മക്കളെ? 13 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഈ 13 വർഷത്തിൽ 13 വർഷത്തിൽ 9 വർഷം കഠിന തടവാണ്. കഠിന തടവ് എന്ന് പറഞ്ഞാൽ ഒരു മുറിയിലിട്ട് പൂട്ടും. പിന്നെ സൂര്യപ്രകാശം പോലും കാണാൻ പറ്റില്ല. അങ്ങനെ 9 വർഷം അദ്ദേഹം കടന്നു. പിന്നീടുള്ള 4 വർഷം ഈ തടവറയിൽ കിടക്കുന്ന ആളുകളെ, ഒത്തിരിയേറെ ആളുകളുണ്ട്, അവരെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിന് ഓരോ നേതാക്കന്മാരും ഉണ്ടാകും. ബാക്കിയുള്ള 4 വർഷം അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ട്. നേതാവ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ഓരോ പണികൾ ഓരോ ഗ്രൂപ്പിന് ഏൽപ്പിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ പണികൾ ചെയ്തു തീർത്തില്ലെങ്കിൽ അടികിട്ടാൻ പോകുന്നത് നേതാവിനായിരിക്കും. അത്രയേ ഉള്ളൂ നേതാവിന് കിട്ടുന്ന ഗുണങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. ഓർക്കെ ഹല്ലേലൂയ. അങ്ങനെ ഈ പിതാവ് 13 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം, പിതാവിന്റെ പേരൊന്നും കൂടി പറഞ്ഞേ, ഫ്രാൻസിസ് സേവിയർ യുവാങ് വാൻ ട്വാങ്.
13 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹം ജയിൽ മോചിതനായി. ജയിൽ മോചിതനായ അദ്ദേഹം അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്തെത്തി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്തെത്തി അദ്ദേഹം തനിക്കുണ്ടായിരുന്ന ഭീകരമായിട്ടുള്ള തടവറയിലെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവെച്ചു. എന്നിട്ട് പോകാൻ നേരത്ത് ഈ മാർപ്പാപ്പ ഈ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഈ വർഷം വത്തിക്കാനിൽ നടക്കുന്ന വാർഷിക ധ്യാനം, അതായത് എല്ലാ വലിയ നോമ്പിന്റെ സമയത്തും എല്ലാ ഈസ്റ്ററിനോടനുബന്ധിച്ചും ഈ വത്തിക്കാനിൽ ഒരു വാർഷിക ധ്യാനം നടത്തും. മാർപ്പാപ്പയും വലിയ വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും കർദിനാൾമാരും ഒക്കെ പങ്കെടുക്കുന്നൊരു വാർഷിക ധ്യാനം. എന്നിട്ട് പാപ്പ പറഞ്ഞു, പിതാവേ, ഈ വർഷത്തെ വാർഷിക ധ്യാനം അങ്ങ് നടത്തണമെന്ന് ഈ പിതാവിനോട് ആവശ്യപ്പെട്ടു. പിതാവിന്റെ പേരൊന്നുകൂടി പറയാമോ മക്കളെ? ഫ്രാൻസിസ് സേവിയർ യുവാങ് മാൻതുവാങ്. ആ പിതാവിനോട് പറയുകയാണ്, പിതാവ്, ഈ വർഷം നടക്കുന്ന വാർഷിക ധ്യാനം അങ്ങ് നടത്തണം. ഈ പിതാവ് പറഞ്ഞു, ഞാൻ നടത്തില്ല. ഞാൻ 13 വർഷമായിട്ട് ബൈബിൾ പോലും നന്നായിട്ട് വായിച്ചിട്ടില്ല. ഒരു തിയോളജിക്കൽ പുസ്തകം പോലും, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു പുസ്തകം പോലും ഞാൻ ഈ 13 വർഷക്കാലം കൊണ്ട് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ഒരു വാർഷിക ധ്യാനം നടത്തുന്നത്? പക്ഷേ ഈ മാർപ്പാപ്പ ഈ പിതാവിനോട് വാർഷിക ധ്യാനം നടത്താനായിട്ട് നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാർഷിക ധ്യാനം നടത്താമെന്നേറ്റു. അങ്ങനെ വാർഷിക ധ്യാനം നടത്താണ്. ധ്യാനിപ്പിക്കുന്നത് നിങ്ങളെപ്പോലെ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നവരെയല്ല, മറിച്ച് മാർപ്പാപ്പയെയും വലിയ വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരെയൊക്കെയാണ് ധ്യാനിപ്പിക്കുന്നത്. ഈ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസത്തിന്റെ പ്രസംഗത്തിൽ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനമാണ്. ഈ ധ്യാനത്തിന്റെ 2ാമത്തെ ദിവസത്തിന്റെ പ്രസംഗത്തിൽ ഈ പിതാവ് തൻ്റെ പ്രേക്ഷകരോട്, ആരാ? മാർപ്പാപ്പയും വലിയ വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും, അവരോട് ഈ പിതാവ് പറഞ്ഞു, നിങ്ങൾ എന്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു കുറവുമില്ല എന്നല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നിറവുകൾ മാത്രമേ ഉള്ളൂ, കുറവുകളില്ല എന്നല്ലേ? എന്നിട്ട് ഈ പിതാവ് പറയുകയാണ്, അങ്ങനെയല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കുറെ കുറവുകളുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗം പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് യേശുവിനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ പിതാവ് മാർപ്പാപ്പയടങ്ങുന്ന വലിയ വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരടങ്ങുന്ന ഈ സമൂഹത്തോട് ചോദിക്കുകയാണ്, പറയുകയാണ്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന യേശുവിനെ കുറിച്ച്? നിങ്ങൾ വിചാരിക്കുന്ന യേശുവിന് ഒരു കുറവുമില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, കർത്താവിന് കുറെ കുറവുകളുണ്ടെന്ന്. കർത്താവിന് വല്ല കുറവും ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ളവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ കുറവുള്ളവരെന്ന് പറഞ്ഞേ, ആ ഹല്ലേലൂയ പറഞ്ഞവരൊന്ന് പറഞ്ഞേ, എന്ത് കുറവാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എന്ത് കുറവാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ചേച്ചിമാരെ, ചേട്ടന്മാരെ? കർത്താവിന് എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ഈ വാൻറ്റുവാങ് പറയുകയാണ്, കർത്താവിന് കുറെ കുറവുകളുണ്ട്. വെറുതെ പറഞ്ഞാൽ പോരല്ലോ. വെറുതെ പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. കാരണം വിശ്വാസത്തെ പിടിച്ചുള്ള കളിയാണ്, വിശ്വാസത്തെ തൊട്ടുള്ള കളിയാണ്. അതുകൊണ്ട് അനാവശ്യങ്ങൾ പറഞ്ഞാൽ അത് ദൈവദൂഷണമായിട്ട് മാറും, അത് പ്രശ്നങ്ങളായിട്ട് മാറും. എന്നിട്ട് ഈ പിതാവ് പറയുകയാണ്, കുറവുകളെ നിരത്തി നിരത്തി പറഞ്ഞുകൊണ്ട് പിതാവ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനൊരു കുറവുണ്ട്. എന്താ കുറവ്? അദ്ദേഹം പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വല്ലാത്ത മറവിക്കാരനാണ് എന്നാണ് വാൻറ്റുവാങ്ങിന്റെ ആരോപണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അവ ഈശോയുടെ കുറവെന്താ മക്കളെ? വല്ലാത്ത മറവിക്കാരനാണെന്ന് വാൻറ്റുവാങ് ആരോപിക്കുന്നു.
വെറുതെ പറഞ്ഞാൽ പോരല്ലോ. വെറുതെ പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് പറയുന്നത് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് വാൻറ്റുവാങ് ബൈബിളിൽ നിന്ന് ഉദാഹരണം എടുത്ത് പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ആരോടാ ഉപമിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ കാണുന്നു, കുരിശിൽ കിടക്കുന്ന യേശുവിനെ കാണുന്നു. അവൻ കുരിശിൽ കിടക്കുമ്പോൾ അവന്റെ രണ്ട് സൈഡിലും ഓരോ കുറ്റവാളികളെ തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു കുറ്റവാളി അവനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെ കൂടി ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വാൻറ്റുവാങ് പറയുകയാണ്, ആ കേട്ട നിമിഷത്തിൽ അവന്റെ എല്ലാ പാപങ്ങളും മറന്നുപോയി. 1 മണിക്കൂർ മുമ്പ് അവൻ മരിച്ചിരുന്നെങ്കിൽ അവൻ പോകാൻ പോകുന്നത് നിത്യമായിട്ടുള്ള കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാലേ അവൻ വെറും കള്ളന്മാരൊന്നല്ല. കള്ളൻ എന്നൊക്കെ പറയുന്നത് കുരിശിന്റെ വഴിയാണ്. ബൈബിളിൽ കള്ളന്മാരൊന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവനെ കുറ്റവാളികൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് സെലക്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ, അവർ ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് നടന്ന് അങ്ങനെ ആളുകളെയൊക്കെ കൊന്നുകളയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ പെട്ട് പ്രവർത്തിക്കുന്നവനാണ് അവനാണ് ആളുകളെ കൊന്നിട്ടുള്ളവനാണ് അവൻ. അപ്പോ അവന്റെ പാപങ്ങളാണ് കർത്താവ് ക്ഷമിച്ച് പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുന്നത്. അപ്പോ കർത്താവ് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞപ്പോൾ അവന്റെ പാപങ്ങളെല്ലാം മറന്നുപോയി എന്നാണ് വാൻറ്റുവാങ് ആരോപിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വാൻറ്റുവാങ് പറയുകയാണ്, ഒരു സ്ത്രീ, അവൾക്ക് എങ്ങനെയാണ് പൈസ കിട്ടിയതെന്നൊക്കെ നമുക്കറിയാം. ആ കിട്ടിയ പൈസ കൊണ്ട് അവൾ കുറെ എണ്ണ വാങ്ങി. എന്നിട്ട് അതുകൊണ്ട് കർത്താവിന്റെ കാൽക്കൽ കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ അവൻ മറന്നുപോയി. അതിനു മുൻപ് അവൾ മരിച്ചു പോയെങ്കിൽ അവൾ നിത്യ നരകത്തിൽ പോകേണ്ടവളാണ്. അവളുടെ സകല പാപങ്ങളും കർത്താവ് മറന്നുപോയി എന്നാണ് വാൻറ്റുവാങ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് ചൊല്ലി തരുന്ന പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കുരിശിൽ മരിച്ച കാരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ കുരിശിന്റെ യോഗ്യതയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. പടിയെല്ലാവരും കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടൊന്ന് പാടിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ എന്താ കണ്ടത്? വാൻറ്റുവാങ് പറയുകയാണ്, യേശുവിന് കുറെ കുറവുകളുണ്ടെന്ന്. ഉറങ്ങിപ്പോയവർ എന്തെങ്കിലും കേട്ടാവോ? യേശുവിന് കുറെ കുറവുകളുണ്ടെന്ന്. എന്നിട്ട് ഒരു കുറവ് നമ്മൾ കണ്ടു. എന്താ നമ്മുടെ കർത്താവിന്റെ ഒരു കുറവ്? എന്താ നമ്മുടെ ഈശോയ്ക്കുള്ള ഒരു കുറവ്? വല്ലാത്ത മറവിക്കാരനാണെന്ന് ഇരുന്നേ, പെട്ടെന്ന് ചാടിയിരിക്കേ, എന്നിട്ട് ഉറങ്ങിപ്പോലെ. നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. എന്നിട്ട് വാൻറ്റുവാങ് വീണ്ടും പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഇനിയും ഒരു കുറവുണ്ട്. ഇനി എന്താണാവോ കുറവ്? വാൻറ്റുവാങ് വീണ്ടും പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഇനിയും കുറവുണ്ട്. എന്നിട്ട് വാൻറ്റുവാങ് പറയുന്നു,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കണക്കറിയില്ല എന്നാണ് വാൻ ത്വാങ്ങിന്റെ ആരോപണം. വാൻ ത്വാങ് പറയുകയാണ്, ഒരു കണക്ക് പരീക്ഷയിട്ടാൽ കർത്താവായ യേശു ക്രിസ്തു വാങ്ങാൻ പോകുന്നത് 0 മാർക്കായിരിക്കും എന്ന് വാൻ ത്വാങ് ആരോപിക്കുന്നു. വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഈ ആരോപണം കർത്താവിനെതിരെയായിട്ടുള്ള ആരോപണമാണ്. ഈ ആരോപണത്തിൽ കഴമ്പില്ലെങ്കിൽ അത് വെറും ദൈവദൂഷണമാണ്. അതുകൊണ്ട് വാൻ ത്വാങ് ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കുകയാണ്. എന്നിട്ട് വാൻ ത്വാങ് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്നെ തന്നെ ആരോടാണ് ഉപമിച്ചത്? ഉപമിച്ചത് 100 ആടുകളുള്ള ഒരു കർഷകനോടാണ്. ഒരു ആടിനെ, ഞാനൊരു ആടിനെ പോലും വളർത്തിയിട്ടില്ല. ഒരാടിന് 10,000 രൂപ കിട്ടുമെന്ന് സങ്കല്പിക്കുക. ഇയാൾക്ക് 100 ആടുകളുണ്ട്. 100 × 10,000, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിലുള്ളത്. അങ്ങനെ അയാൾ ഈ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ടിങ്ങനെ യാത്ര ചെയ്യുകയാണ്. കുറെ നാൾ കുറ്റിച്ചെടികളുടെ ഇടയിലൊക്കെ നടന്നു പോയത് കൊണ്ടായിരിക്കാം ആടുകളെ എണ്ണാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ നടന്ന് നടന്ന് മരുഭൂമിയിലേക്ക് എത്തിയ ആ മനുഷ്യൻ ആടുകളെ ഒന്ന് എണ്ണി നോക്കി. എന്നിട്ട് കാണുന്നതോ ഒരാട് കുറവാണ്. എന്നിട്ട് ഈ മനുഷ്യൻ, ഈ മണ്ടനായ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അയാൾ 99നെയും മരുഭൂമിയിലിട്ടിട്ട് ഒരെണ്ണത്തിന് അന്വേഷിച്ച് വരികയാണ്. വാൻ ത്വാങ് പറയുന്നു, ഈ മരുഭൂമി അത്ര സേഫായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഈ ആടുകളെ പിടിച്ചുകൊണ്ടു പോകാൻ ആടുകളുടെ ശത്രുക്കളായ കള്ളന്മാരും ചെന്നായ്ക്കളും പട്ടികളൊക്കെ പതിയിരിക്കുന്ന ഈ മണലാരണ്യത്തിൽ അതിനെയൊക്കെ ഇട്ടിട്ട് പോരണമെങ്കിൽ ഈ ഇടയന് എന്ത് കണക്കറിയാം എന്ന് വാൻ ത്വാങ് ചോദിക്കുകയാണ്. എന്തെങ്കിലും കണക്കറിയാവുന്ന മനുഷ്യൻ ഈ പണി ചെയ്യുമോ? ഇത് വിവരിച്ചിട്ട് വാൻ ത്വാങ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനൊരു കുറവുണ്ട്. എന്താ കുറവ്? കർത്താവിന് കണക്കറിയില്ല എന്ന് വാൻ ത്വാങ് ആരോപിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും കർത്താവിനെ വെറുതെ വിടുന്നില്ല വാൻ ത്വാങ്. വീണ്ടും വാൻ ത്വാങ് പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഇനിയും ഒരു കുറവുണ്ട്. എന്താണാവോ ഇനിയുള്ള കുറവ്? വാൻ ത്വാങ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് യുക്തിബോധമില്ലാന്ന്. ജീവിക്കാനുള്ള യുക്തിബോധം പോലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഇല്ല എന്ന് വാൻ ത്വാങ് ആരോപിക്കുന്നു. ജീവിക്കാനൊരു അല്പം ബോധമെങ്കിലും വേണ്ടേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അതുപോലുമില്ല എന്നാണ് വാൻ ത്വാങ്ങിന്റെ ആരോപണം. എന്തേ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നറിയണമെങ്കിൽ യേശുവിന്റെ ഉപമയിലേക്ക് തിരിയണം. ഉപമയിൽ യേശു തന്നെ ആരോടാണ് ഉപമിച്ചത്? 10 നാണയങ്ങളുള്ള ഒരു വിധവയോട്. ചെമ്പു നാണയങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി വിലയുള്ളത് തന്നെയാണ്. എന്നിട്ട് ഈ ചെമ്പു നാണയങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. ഈ ചെമ്പു നാണയങ്ങളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ വിധവ എന്താ ചെയ്യുന്നത്? അവൾ തീഷ്ണതയോടെ ഇതെല്ലാം അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് അവസാനം അവൾ അത് കണ്ടെത്തി. കഴിഞ്ഞ് അവൾ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി, അയൽപക്കക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവൾ ഒരു സദ്യ ഒരുക്കുകയാണ്. എന്നിട്ട് വാൻ ത്വാങ് പറയുന്നു, ബൈബിൾ പറയുന്നത് പോലെ ഒരു സദ്യ ഒരുക്കണമെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ നാണയം, ഈ ഒരു നാണയം പോരാ. അവളുടെ കയ്യിലിരിക്കുന്ന ബാക്കി 9 കൂടി മുടക്കിയാൽ പോലും ബൈബിൾ പറയുന്ന പോലെ ഇതുപോലെ ഒരു സത്യം ഒരുക്കാൻ പറ്റില്ല. ഇനി കടവും കൂടി എടുക്കണം. ഏത് മണ്ടന്മാരാണ് 100 രൂപ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോൾ ആ സന്തോഷം അനുഭവിക്കാൻ 10,000 മുടക്കുന്ന ഏതെങ്കിലും മണ്ടന്മാരിവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളെ കണ്ടപ്പോഴേ പണ്ടേ എനിക്ക് തോന്നിയിരുന്നു, സാധാരണ മനുഷ്യനത് ചെയ്യില്ല. 100 രൂപ നഷ്ടപ്പെട്ടതിന് കിട്ടിയതിന് 10,000 രൂപ സന്തോഷം പ്രകടിപ്പിക്കാനായിട്ട് 10,000 മുടക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാകില്ല. ഇവിടെ യേശു ക്രിസ്തു ഇതുപോലെയുള്ള ഒരു മണ്ടനാണ് എന്ന് വാൻ ത്വാങ് ആരോപിക്കുകയാണ്. തീർന്നില്ല വാൻ ത്വാങ്ങിന്റെ ആരോപണം. വീണ്ടും വാൻ ത്വാങ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്
സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് വാൻറ്റുവാങ്ങിന്റെ ആരോപണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നോർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്തേ വാൻറ്റുവാങ് ഇങ്ങനെ പറയുന്നേ? വാൻറ്റുവാങ് പറയുന്നതിന് കാരണമുണ്ട്. കാരണം അവിടെ കർത്താവ് തന്നെ ഉപമിച്ചത് ഒരു കൃഷിത്തോട്ടത്തിന്റെ ഉടമസ്ഥനായിട്ടാണ്. ആ കൃഷിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അതിരാവിലെ എഴുന്നേറ്റ് പോയി തൻ്റെ കൃഷിസ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പണിക്കാരെയും കണ്ടെത്തി വിട്ടതാണ്. പിന്നെ ഉച്ചയ്ക്ക് അയാൾ പുറത്തേക്ക് ഇറങ്ങിയത് പണിക്കാരെ വിളിക്കാനൊന്നുമല്ല, അയാളൊരു കാപ്പി കുടിക്കാനോ അയാൾ എന്തെങ്കിലും മേടിക്കാനോ ഒന്നായിരിക്കും. അപ്പോഴാണ് കുറച്ച് ആളുകൾ അവിടെ വെറുതെ നിൽക്കുന്നത് കണ്ടത്. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്തേ അലസരായി നിന്ന് സമയം കളയുന്നത്? അവർ പറഞ്ഞു, സാർമാരെ, അവർ പറഞ്ഞു, സാറേ, ഞങ്ങൾക്കാരും ജോലി തരുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനസ്സടിവുള്ള കർഷകൻ പറഞ്ഞു, എന്നാ ചെല്ല്, എൻ്റെ വയലിലേക്ക് ചെല്ല്, നിങ്ങൾക്ക് വൈകുന്നേരമാകുമ്പോൾ ഞാൻ കൂലി തരാം, അർഹിക്കുന്ന കൂലി തരും. അങ്ങനെ അവർ പോയി. ഇനി 5 മണിയായി, 1 മണിക്കൂർ കൂടിയുള്ളൂ പണി തീരാൻ. അങ്ങനെ അയാൾ തൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും ആ നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ അവിടെ വെറുതെ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഈ ദിവസം മുഴുവൻ ഇങ്ങനെ അലസരായി നിന്ന് സമയം കളയുന്നത്? നിങ്ങൾക്ക് ജോലിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലേ? അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, യജമാനെ, സാറേ, ഞങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, വീട് പട്ടിണിയാണ്, കുട്ടികൾ പട്ടിണിയാണ്, പക്ഷെ ആരും ജോലി തരുന്നില്ല. മനസ്സലിവുള്ള ആ കർഷകൻ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. അയാൾ അവരോട് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ചെല്ല്, എൻ്റെ വയലിലേക്ക് ചെല്ല്, ഞാൻ നിങ്ങൾക്ക് കൂലി തരാം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവന് വരെ ഓരോ ഒരു ധനാറ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ന്യായമായിട്ടുള്ള വേതനമാണ്. ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനുള്ള ന്യായമായിട്ടുള്ള വേതനമാണ്. ഇത് വിവരിച്ചിട്ട് വാൻറ്റുവാങ് പറയുകയാണ്, ഇങ്ങനെ ഏതെങ്കിലും കുടുംബത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമോ? ആ ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങളാണെങ്കിൽ എത്ര വേഗം അത് മുടിഞ്ഞു പോകും. കാരണം ഇതുപോലെ പണമെടുത്തു കൊടുത്താൽ എത്ര വേഗം അത് തകർന്നു പോകും. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് വാൻറ്റുവാങ് ആരോപിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വാൻറ്റുവാങ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ആളുകളെ ആകർഷിക്കാൻ അറിയില്ലെന്ന്. നമ്മൾ അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കർത്താവിന് ആൾക്കാരെ ആകർഷിക്കാൻ ഭയങ്കര കഴിവാണെന്നാണ്. അതുകൊണ്ടാണ് ആളുകൾ മുഴുവൻ കർത്താവിലേക്ക് കടന്നു വരുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ വാൻറ്റുവാങ് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ആളുകളെ ആകർഷിക്കാൻ അറിയില്ല. എന്തേ അങ്ങനെ ആരോപിക്കാൻ കാരണം നമ്മൾ കാണുകയാണ് ഇവിടെ വാൻറ്റുവാങ് പറയുന്നത് ഇതാണ്. അതായത് കർത്താവ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും പ്രസ്ഥാനമോ ഉണ്ടെങ്കിൽ അതിലേക്ക് എങ്ങനെ ആളുകളെ വിളിക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ടല്ലേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഏതൊരു സംഘടനയാകട്ടെ, എന്തിനേറെ പള്ളിയുടെ സംഘടനയാണെങ്കിൽ പോലും അങ്ങനെയല്ലേ ആളുകളെ ആകർഷിക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞതെന്താ? അവൻ പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുണ്ട്, പക്ഷേ മനുഷ്യപുത്രനെ തലചാക്കാൻ ഭൂമിയിൽ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ ആകർഷിക്കുന്നത്. കണ്ടോ, അവനങ്ങനെ കുറേ കുറവുകളുണ്ട് എന്ന് വാൻറ്റുവാങ് ആരോപിക്കുകയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നെല്ലാവരും ചാടി എഴുന്നേറ്റ്. ഇതാ നമ്മൾ കർത്താവിന്റെ കുറവുകളാണ് കണ്ടത്. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, എന്നിട്ടൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, കൃപ വർഷിക്കണമേ. കർത്താവേ, അനുഗ്രഹത്തിന്റെ കൃപ വർഷിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഒരു പാട്ട് പാടിയേ. എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ. അനുഗ്രഹത്തിന്റെ കൃപയുടെ സമയങ്ങളാണ്. കരങ്ങളടിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. കൃപ വർഷിക്കപ്പെടട്ടെ ഈ നിമിഷങ്ങളിൽ.
ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. കർത്താവിൽ ആശ്രയിക്കുന്നവർ പുതിയ സൃഷ്ടിയായി മാറും. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുന്നവർ പുതിയ വ്യക്തികളായി മാറും. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകർത്താ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകർത്താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ, അനുഗമിച്ചിടും അവനോട് ചുവടുകളിൽ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണം നമ്മൾ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകും. കരങ്ങളിയൊക്കെ എല്ലാവരും ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചേ. അപ്പോ കരങ്ങൾ താഴ്ത്തി. നമ്മൾ പറഞ്ഞ ആർച്ച് ബിഷപ്പിന്റെ പേരെന്താ മക്കളെ? ഫ്രാൻസിസ് സേവിയർ യുവാങ് വാൻ ട്വാങ്. എവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്നു? വിയറ്റ്നാമില്. എന്നിട്ട് ഈ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പയ്ക്ക് ധ്യാനം കൊടുത്തിരിക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് ധ്യാനം കൊടുത്ത് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് ആ മാർപ്പാപ്പയുടെ ധ്യാനത്തിൽ പറഞ്ഞ രണ്ടാമത്തെ പ്രസംഗത്തിൽ പറഞ്ഞ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കർത്താവിന് കുറെ കുറവുകളുണ്ടെന്ന് എന്ന് പറഞ്ഞേ. ആ കുറവുകൾ, കർത്താവിന്റെ കുറവുകളൊക്കെ ഒന്ന് നിർത്തിവെച്ചേ. ഒന്നാമത്തെ കുറവ് എന്താ കർത്താവിന്റെ? കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു കുറവുണ്ടത്രേ. ഈ യേശു ക്രിസ്തു വല്ലാത്ത മറവിക്കാരനാണ് എന്ന് വാൻ ട്വാങ് ആരോപിക്കുന്നു. രണ്ടാമത്തെ കുറവ് എന്താ കർത്താവിന്റെ? അവർക്ക് പറഞ്ഞേ ഹാലേലുയ്യ. ഉറങ്ങിപ്പോയവരൊക്കെ ഒന്ന് പറഞ്ഞേ ഹാലേലുയ്യ. ഈ സമയത്തൊന്നും ഉറങ്ങരുതായിരുന്നു. രണ്ടാമത്തെ കുറവ് എന്താ കർത്താവിന്റെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കണക്കറിയിരുന്ന ഉദാഹരണ സമയത്ത് നമ്മൾ നിരത്തിയതാണ്. കർത്താവിന്റെ കണക്കറിയിരുന്നത് നമ്മൾ തെളിയിച്ചതാണ്. മൂന്നാമത്തെ കുറവ് എന്താ കർത്താവിന്റെ? പറഞ്ഞോ. യുക്തിബോധമില്ല. പറഞ്ഞേ എന്താ? അതിന് ഉദാഹരണം എന്തായിരുന്നു? ഒരു വിധവ 10 ചെമ്പ് നാണയങ്ങളുള്ള വിധവയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. പറഞ്ഞേ ഹാലേലുയ്യ. നാലാമത്തെ എന്തായിരുന്നു മക്കളെ? നാലാമത്തെ എന്തായിരുന്നു? അവന് സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റില്ല. അഞ്ചാമത്തെ എന്തായിരുന്നു? അഞ്ചാമത്തേത് ഞാനും മറന്നുപോയില്ല നിങ്ങളുടെ കൂടെ കൂടി. അഞ്ചാമത്തെ എന്തായിരുന്നു? അവന് അഞ്ചാമത്തെ എന്താ? 4 പറഞ്ഞോളൂ. അല്ലല്ല, അവന് ജനങ്ങളെ ആകർഷിക്കാൻ അറിയില്ല. ഒന്ന് പറഞ്ഞേ ഒന്നാമത്തെ കൂടെ. നിങ്ങൾ ഒന്ന് പറഞ്ഞേ 5 ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ യേശുവിന്റെ കുറവുകൾ. യേശുവിന്റെ കുറവുകൾ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ. രണ്ടാമത്തെ കണക്കറിയില്ല. മൂന്നാമത്തെ യുക്തിബോധമില്ല. നാലാമത്തെ. അഞ്ചാമത്തെ ഇരുന്നേ, പെട്ടെന്നിരിക്കേ, ചാടിയിരിക്കേ. ഉറങ്ങേണ്ടവര് പെട്ടെന്ന് ഉറങ്ങ്, ബാക്കിയുള്ളവര് ശ്രദ്ധിച്ചിരിക്കേ. പറഞ്ഞേ ഹാലേലുയ്യ, ഹാലേലുയ്യ. അവർക്ക് പറ ഹാലേലുയ്യ, ഹാലേലുയ്യ. അപ്പോ വാൻ ട്വാങ് ഇങ്ങനെ കർത്താവിന്റെ 5 കുറവുകൾ ഇങ്ങനെ നിരത്തിയിട്ട്, ഇനിയുണ്ട്, നിങ്ങൾ 5 മനസ്സിലാക്കിയത്. ഈ കുറവുകൾ നിരത്തിയിട്ട് വാൻ ട്വാങ് പറയുകയാണ്, എന്തിനാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ കുറവുകൾ?
എന്നിട്ട് വാൻറ്റുവാങ്ങ് പറയുകയാണ്, ഈ കുറവുകളുള്ളത് കൊണ്ടാണ് കർത്താവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, ചരിത്രത്തിൽ ഇസ്രായേൽ ജനത ചരിത്രത്തിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്ന വലിയ ചരിത്രത്തിലുണ്ടായിരുന്ന വലിയ വിജയത്തിനെ കുറിച്ച് നമ്മൾ കണ്ടു. അല്ലെങ്കിൽ കരിമ്പൂതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുട്ടി, അവൻ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആരായി മാറിയെന്നാണ് കണ്ടത്? അവൻ വിശുദ്ധ മാർട്ടിൻ ഡി പോറസായ ചരിത്രം നമ്മൾ കണ്ടു. ഇവിടെ ഈ വാൻറ്റുവാങ്ങ് കർത്താവിന്റെ കുറവുകൾ നിരത്തി വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിന് ഈ കുറവുകളുള്ളത്? എന്നിട്ട് വാൻറ്റുവാങ്ങ് പറയുകയാണ്, ഈ കുറവുകളുള്ളത് കൊണ്ടാണ് നമുക്ക് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അവന് കണക്കറിയില്ല. അതായത് അവൻ നിങ്ങൾ എത്രയേറെ പാപങ്ങൾ ചെയ്തു എന്ന് കണക്ക് സൂക്ഷിച്ചു വെക്കുന്നവനല്ല അവനെന്ന് ഈ വാൻറ്റുവാങ്ങ് കണക്കറിയാത്ത കർത്താവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വാൻറ്റുവാങ്ങ് പറയുന്നത്, നിങ്ങളുടെ പാപത്തിന്റെ കണക്കുകൾ ഇങ്ങനെ എണ്ണി എണ്ണി സൂക്ഷിച്ചു വെക്കാത്തവനാണ് കർത്താവ്. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ വല്ലാത്ത മറവിക്കാരനാണ്. നീ ഒന്ന് പാപം ചെയ്തിട്ട് കർത്താവിനോട് കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ മറന്നു പോകുന്നവനാണ് എന്ന് വാൻറ്റുവാങ്ങ് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാൻറ്റുവാങ്ങ് ഉദാഹരണ സഹിതം എടുത്തു പറയുന്നവന് കണക്കറിയില്ല എന്ന് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വാൻറ്റുവാങ്ങ് പറയുകയാണ്, കർത്താവിന് യുക്തിബോധമില്ല എന്ന് പറയുന്നിടത്ത് വാൻറ്റുവാങ്ങ് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് ഒരു നഷ്ടപ്പെട്ടു പോയ നാണയം തിരിച്ചു കിട്ടുമ്പോൾ വളരെയേറെ സന്തോഷിക്കുന്ന ഈ സ്ത്രീയുടെ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്, ഒരു പാപി തിരികെ വരുമ്പോൾ വളരെയേറെ സന്തോഷിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നത്. വാൻറ്റുവാങ്ങ് നമുക്ക് പറഞ്ഞു തരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സാമ്പത്തിക ശാസ്ത്രത്തിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ വാൻറ്റുവാങ്ങ് നമ്മളോട് പറയുകയാണ്, ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ വന്നവന്, മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നവന്റെ ഉപമ പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ കണ്ടത്. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും തൻ്റെ അടുത്തേക്ക് വരുന്നവന് കൃപ നൽകുന്ന കർത്താവിനെ കുറിച്ച് പറയാനാണ്. അവന് സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാകില്ല എന്ന് വാൻറ്റുവാങ്ങ് പഠിപ്പിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ, രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിന് ഈ കുറവുകളൊക്കെ ഉണ്ട് എന്നാണ് വാൻറ്റുവാങ്ങ് പറയുന്നത്. ഈ കുറവുകളാണ് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ പുതിയ വർഷത്തിൽ പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിലെ ആദ്യത്തെ നൈറ്റ് വിജിലൊക്കെയാണ്. ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണെന്നറിയോ ചേട്ടന്മാരെ? പ്രവാചകന്മാരെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, പ്രവാചകന്മാർ നിങ്ങൾക്ക് വിഡ്ഢികളും ആത്മാവിൽ പ്രചോദിതർ നിങ്ങൾക്ക് ഭ്രാന്തന്മാരുമായി ഭവിക്കുമെന്നാണ്. എന്താ പറഞ്ഞത്? പ്രവാചകന്മാർ നിങ്ങൾക്ക് ആരാണ്? വിഡ്ഢികൾ. ആത്മാവിൽ പ്രചോദിതർ നിങ്ങൾക്ക് ആരാണ്? ഭ്രാന്തന്മാർ. അതാണ് പ്രവാചകന്മാരെ കുറിച്ച് ആമോസ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ചേട്ടന്മാരെ, നിങ്ങളുടെ ഇടവകയിലെ ഏറ്റവും വലിയ ഭ്രാന്തൻ ആരായിരിക്കേണ്ടതാണ്? ചടിയടി പറ. പ്രവാചകനെ കുറിച്ച് ദൈവവചനം പറയുന്നതാണ്, പ്രവാചകന്മാർ നിങ്ങൾക്ക് വിഡ്ഢികളും ആത്മാവിൽ പ്രചോദിതർ നിങ്ങൾക്ക് ഭ്രാന്തന്മാരുമായി ഭവിക്കും. ആമോസ് പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ ഈ ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങളുടെ ഇടവകയിലെ ഏറ്റവും വലിയ ഭ്രാന്തൻ ആരായിരിക്കും? ഈ വചനം കറക്റ്റ് ആണെങ്കിൽ പറഞ്ഞോ, ശരിയായിരിക്കും. വേറെ ആര്? വികാരിച്ച തന്നെയായിരിക്കും. നിങ്ങളുടെ ഇടവകയിൽ ഒരു ഭ്രാന്താലയമുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ദേവാലയം അല്ലെങ്കിൽ നിങ്ങൾ കയറി ചെന്നത് ഭ്രാന്താലയം അല്ലാതെ പിന്നെ അതെന്താണ്? ഒരു ഭ്രാന്താലയം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഈ സിസ്റ്റർമാർ താമസിക്കുന്ന കോൺവെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സെമിനാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കണം ഭ്രാന്താലയമായി മാറേണ്ടത്. അതാണ് ദൈവവചനം പറയുന്നത്. പ്രവാചകന്മാർ നിങ്ങൾക്ക് വിഡ്ഢികളും ആത്മാവിൽ പ്രചോദിതർ നിങ്ങൾക്ക് ഭ്രാന്തന്മാരുമായി ഭവിക്കുമെന്ന്. അപ്പോ ഈ നാളെയെ ഇന്ന് മുൻകൂട്ടി കാണുന്നവനാണ് പ്രവാചകൻ. നാളെയെ ഇന്ന് മുൻകൂട്ടി കാണുന്നവനാണ് പ്രവാചകൻ. നാളെയെ ഇന്ന് മുൻകൂട്ടി കാണുന്നവൻ, അവന്റെ ചിന്തകൾ ഒരു ഭ്രാന്തിന്റെ ചിന്തയായിരിക്കും. അതുകൊണ്ടാണ് നടക്കാൻ പോലും വഴിയില്ലാതിരുന്ന ഇടുക്കി പ്രദേശങ്ങളിൽ അന്നൊരു ഹൈവേ സ്വപ്നം കണ്ട വഴിയച്ഛന്മാരുണ്ടായിരുന്നെങ്കിൽ ആ കാലത്ത് അതൊരു ഭ്രാന്തിന്റെ ചിന്തയായിരുന്നു എന്നോർക്കണം. അല്ലെങ്കിൽ പാലയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിപ്പാർത്ത ജനം
ഉരകജീവികളുടെ ദംശനമേറ്റ് മരിക്കുന്നു എന്ന് മനസ്സിലാക്കി, ആ ജനം ഉരകജീവികളുടെ ദംശനമേറ്റ് മരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവിടെ മലബാറിലേക്ക് കുടിയേറി പാർത്ത് അവരുടെ ഇടയിൽ ജീവിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ തങ്ങളുടെ വൈദിക ജീവിതത്തിൽ നിന്ന്, സന്യാസ ജീവിതത്തിൽ നിന്ന് കുറെ കാലം അവധിയെടുത്ത് മംഗലാപുരത്തേക്ക് സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെന്ന് പാമ്പുവിഷത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചത്, പാമ്പുവിഷത്തിനുള്ള ചികിത്സ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നത് ആ കാലത്തൊരു ഭ്രാന്തിന്റെ ചിന്തയായിട്ട് എണ്ണപ്പെട്ടു. അല്ലെങ്കിൽ കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ജനതയ്ക്ക് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീണ്ട ഒരു കാലഘട്ടത്തിന്റെ ചിന്തകൾക്ക് ശേഷം ഒരു മീനും ഒരു നെല്ലും എന്ന് പറയുന്ന പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് മുന്നോട്ടിറങ്ങിയ വൈദികരും സന്യസ്തരുമൊക്കെ ആ കാലത്തൊരു ഭ്രാന്തിന്റെ ചിന്തയായിട്ടാണ് എണ്ണപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞത്, പ്രവാചകന്മാർ നിങ്ങൾക്ക് വിഡ്ഢികളും ആത്മാവിൽ പ്രചോദിതം നിങ്ങൾക്ക് ഭ്രാന്തന്മാരുമായി ഭവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആ പ്രവാചകന്റെ പേര് ആമോസ് എന്നാണ്. ഏത് പ്രവാചകനാ? അവർക്ക് പറഞ്ഞേ, ചേട്ടന്മാരൊക്കെ ഒന്ന് ഉറങ്ങി, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഏത് പ്രവാചകനെ കുറിച്ച് നമ്മൾ പറയുന്നത്? ആമോസ് പ്രവാചകൻ. ഈ പ്രവാചകന്മാരെയൊക്കെ കർത്താവ് വിളിച്ചത് ചില പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മൈക്കെടുത്ത് പ്രസംഗിക്കാനൊന്നുമല്ല. കാലത്തിന്റെ ഗതികേട് കൊണ്ട് ഈ മൈക്കെടുത്ത് പ്രസംഗിക്കേണ്ടി വരുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം കൊണ്ട്, ഈ പ്രവാചകന്മാരെ അവരുടെ ജീവിതം കൊണ്ട് ജനത്തിന് മാതൃക പ്രേരിപ്പിക്കാൻ, ജനത്തിന് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിന് ബലിയാടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ജീവിതങ്ങളാണ് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ട പ്രവാചകന്റെ പേരെന്താ? നമ്മൾ ഏത് പ്രവാചകനെ കാണുന്നത്? ആമോസ് എന്ന് പറയുന്ന പ്രവാചകനെയാണ് കാണുന്നത്. ഈ പ്രവാചകനോട് ദൈവം പറഞ്ഞു, പ്രവാചക നീ പോയി ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ രസമാണ്. എന്തായാലും ഈ പ്രവാചകനെ ദൈവം വിളിച്ചത് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത്ര രസമല്ല. കാരണം കല്യാണം കഴിക്കേണ്ട പെണ്ണിനെ ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു. കല്യാണം കഴിക്കേണ്ട പെണ്ണിന്റെ പേര് ഹോമർ എന്നാണ്. പറഞ്ഞു ചേച്ചിമാരെ, ആ പെണ്ണിന്റെ പേര് ഓമന എന്നല്ല, ഹോമർ. ഒന്ന് പറഞ്ഞേ, ഹോമർ എന്നാണ് ആ പെണ്ണിന്റെ പേര്. ഈ പെണ്ണ്, ആ പെണ്ണിന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ പെണ്ണ് ആ നാട്ടിലുള്ള ഒരു വേശ്യാസ്ത്രീയാണ്. അതുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ സ്ത്രീയെ അറിയാം. എന്തായാലും കർത്താവ് പറഞ്ഞതാണല്ലോ എന്ന് കരുതി, കർത്താവ് കൽപ്പിച്ചതാണല്ലോ എന്ന് കരുതി അയാൾ പോയി ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നിട്ട് അവളെ അഗാധമായിട്ട്, കർത്താവ് തന്ന സ്നേഹമല്ലേ, കർത്താവ് കൊടുത്ത ഭാര്യയല്ലേ, അവളെ അഗാധമായിട്ട് അയാൾ സ്നേഹിച്ചു. അങ്ങനെ അവളെ അഗാധമായിട്ട് സ്നേഹിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കൊച്ചിന് ദൈവം തന്നെയാണ് പേരിടുന്നത്. പേരെന്താണെന്നറിയോ? ജസ്രയേൽ. ആ പേരിന്റെ അർത്ഥം രക്തച്ചൊരിച്ചിൽ എന്നാണ്. മൂത്ത കൊച്ചിന്റെ പേരാണ് രക്തച്ചൊരിച്ചിൽ. പറഞ്ഞേ ഹല്ലേലൂയ. മൂത്ത കൊച്ചിന്റെ പേരെന്താ? രക്തച്ചൊരിച്ചിൽ. പിള്ളേർക്ക് ഇടാൻ പറ്റിയ പേരാ. മൂത്ത കൊച്ചിന്റെ പേര് രക്തച്ചൊരിച്ചിൽ. പ്രവാചകന്റെ കൊച്ചിന് ദൈവം തന്നെ പേരിടുകയാണ്. ഈ കുട്ടിയുടെ മുലകുടി മാറിക്കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിച്ച് മറ്റൊരു കുഞ്ഞിന് കൂടി ജന്മം നൽകി. അതിനും ദൈവം തന്നെ പേരിടുകയാണ്. രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താണെന്നറിയുമോ? ആ കുട്ടിയുടെ പേരാണ് ഇത് എന്റെ ജനമല്ല. എന്താ രണ്ടാമത്തെ കുട്ടിയുടെ പേര്? ഒന്നാമത്തെ കൊച്ചിന്റെ പേരെന്താ? അവർക്ക് പറ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ കൊച്ചിന്റെ പേരെന്താ? രക്തച്ചൊരിച്ചിൽ. രണ്ടാമത്തെ കൊച്ചിന്റെ പേരെന്താ? ഇത് എന്റെ ജനമല്ല. ഈ രണ്ടാമത്തെ കുട്ടിയുടെ മുലകുടി മാറിക്കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിച്ച് മറ്റൊരു കുഞ്ഞിനു കൂടി ജന്മം നൽകുകയാണ്. ആ കുഞ്ഞിനും കർത്താവ് തന്നെ പേരിട്ടു. ആ കൊച്ചിന്റെ പേരാണ് വെറുക്കപ്പെട്ടവൾ. 3 പിള്ളേര്. ആ പിള്ളേരുടെ പേരൊക്കെ എന്ന് പറഞ്ഞു ചേട്ടന്മാരെ. ഒന്നാമത്തെ കൊച്ചിന്റെ പേര് രക്തച്ചൊരിച്ചിൽ. രണ്ടാമത്തെ കൊച്ചിന്റെ പേര് ഇതെന്റെ ജന്മല്ല. മൂന്നാമത്തെ കൊച്ചിന്റെ പേര് വെറുക്കപ്പെട്ടവൾ. ഈ 3 കുട്ടികളും ആയതോടുകൂടി അവൾ തൻ്റെ ജീവിതത്തിന്റെ പഴയ മഴികളിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ഈ വേശ്യാസ്ത്രീ
അവൾ തൻ്റെ ഭർത്താവിനെയും അവളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾ പഴയ തൊഴിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഹോമറിനെയാണ് വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്നത്. എന്നിട്ട് ഈ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയ ആ പ്രവാചകനെ. ഇങ്ങനെ ഇരിക്കുന്ന പ്രവാചകന്റെ മുന്നിൽ 3 പീസ് കൊച്ചങ്ങളാണ് കിടക്കുന്നത്. ഒന്ന്, ഇതെന്റെ ജനമല്ല, ഇത് ഒരെണ്ണത്തിന്റെ പേര് രക്തച്ചൊരിച്ച്, ഒരെണ്ണത്തിന്റെ പേര് വെറുക്കപ്പെട്ടവൾ. ഇതിന്റെയൊക്കെ പേര് തന്നെ അയാൾ എങ്ങനെ വിളിച്ചിട്ടുണ്ടാകും? എന്റെ വെറുക്കപ്പെട്ടവളെ ഒന്ന് അനങ്ങാതിരിക്കടേ എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. എന്തൊരു കഷ്ടപ്പാടാണ് ഈ പ്രവാചകന്റെ ജീവിതം. അങ്ങനെ ഇരിക്കുന്ന പ്രവാചകന്റെ അടുത്തേക്ക് ദൈവം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചക ഇപ്പൊ എന്ത് തോന്നുന്നു? എന്നിട്ട് പ്രവാചകൻ പറയാണ്, കർത്താവേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ അവളെ എത്രമാത്രം സ്നേഹിച്ചതാണ്. എന്നിട്ട് അവൾ എന്നെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പോ കർത്താവ് പറയാണ്, ഇത് തന്നെ എൻ്റെ അവസ്ഥ. എന്തവസ്ഥ? ഈ ഹോമർ എന്ന് പറയുന്ന സ്ത്രീ, അവൾ ഇസ്രായേൽ ജനത്തിന്റെ പ്രതീകമാണ്. അതായത് ഈ ജനത്തിനെ പല മേഖലകളിൽ നിന്ന്, ഈ ജനത്തിനെ പല അപകടങ്ങളിൽ നിന്ന് കർത്താവ് സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ട് കർത്താവിനെ ഉപേക്ഷിച്ച് ഈ സ്ത്രീ അന്യദേവന്മാരുടെ, ഈ ജനത അന്യദേവന്മാരുടെ പിന്നാലെ പോയി ഇതുപോലെ തന്നെ ഈ ഹോമർ എന്ന് പറയുന്ന സ്ത്രീയെ പലയിടത്ത് നിന്ന് പല പാപങ്ങൾ ചെയ്ത് തകർന്നു പോയ ഈ സ്ത്രീയെ എല്ലാം നൽകി സ്നേഹിച്ച ഈ പ്രവാചകനെ ഉപേക്ഷിച്ചു പോയതുപോലെ ഇനി ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ജനത്തോട് പ്രസംഗിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവാചകൻ ഇതുപോലെയുള്ള ഒരു അനുഭവം കർത്താവ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവളുടെ നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ അവൾക്ക് തിരികെ നൽകും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടി പറയാം. കർത്താവ് പറയുകയാണ്, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഈ ധ്യാന കേന്ദ്രമാണ് ഈ വിജനപ്രദേശം. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ വശീകരിച്ച്, ദൂരെ നിന്ന് കർത്താവ് നിങ്ങളെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കടന്നുറങ്ങാനല്ല, പിന്നെന്തിനാ? നിന്നോട് ഹൃദ്യമായി സംസാരിക്കാൻ. അതാണ് ദൈവവചനം. ഇവിടെ ഒന്ന് കടന്നുറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അവൻ നിങ്ങളെ വശീകരിച്ച് ഈ വിജനപ്രദേശമാകുന്ന ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ധ്യാനകുളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്നോട് ഹൃദ്യമായി സംസാരിക്കാൻ. എന്തിനാ ഹൃദ്യമായി സംസാരിക്കുന്നത്? നിന്റെ നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടങ്ങൾ തിരികെ നൽകാൻ. അതായത് ജീവിതത്തിന്റെ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളില്ലേ, അതെല്ലാം തിരികെ തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ആലയത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു വർഷത്തിലേക്ക് കടക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വചനങ്ങൾ കേട്ട് അനുതപിക്കണം. എന്നിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അനുതാപത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹങ്ങളുടെ കുടുംബങ്ങളായി മാറും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളാക്കി മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അന്ധചിത്രങ്ങളുണ്ട്, അവയെല്ലാം എടുത്തു മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഇപ്പോ നിങ്ങൾക്ക് കുറേയേറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് കുറേയേറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കഴിഞ്ഞ ഈ 2024 2023 ഒക്കെ കുറേയേറെ തകർച്ചകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതാ നിയമാവർത്തന പുസ്തകം പറയാണ്, 33-ാമത്തെ അധ്യായം 11-12 തിരുവചനങ്ങൾ പറയുകയാണ്, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച് വിരിച്ച് ചിറകുകളിൽ കുഞ്ഞുങ്ങളെ സംവഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. കണ്ട, കർത്താവ് പറയുന്നു. ഒന്നുകൂടി ഞാൻ വായിക്കാം. വചനം പറയുകയാണ്, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച് വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. ഈ ഇസ്രായേൽ ജനതയെ എങ്ങനെയാണ് കർത്താവ് നയിച്ചത് എന്ന് പറയാണ്. അവനെ ചിറകുകളിൽ സംവഹിച്ച കർത്താവ്. എങ്ങനെയാ? കഴുകന്റെ ഉപമയിലൂടെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ കഴുകന്റെ ചിറകുകൾ എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു പദങ്ങളാണ്. എന്നിട്ട് വചനം പറയുകയാണ്, എങ്ങനെയാണ് ഈ ഇസ്രായേൽ ജനത്തെ കർത്താവ് പരിശീലിപ്പിച്ചത്? കഴുകന്റെ ചിറകിൽ എന്ന പോലെ.
കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവ് എന്തിനെ പരിശീലിപ്പിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കഴുകൻ മുട്ടയിടുന്നത് വലിയ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വലിയ വലിയ മലയുടെ മുകളിലൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ കഴുകൻ മുട്ടയിടാറാകുമ്പോൾ വലിയ വലിയ കമ്പുകൾ അത് കൊത്തിക്കൊണ്ടുപോയി അതൊരു കൂടുണ്ടാക്കും. എന്നിട്ട് ഈ കമ്പുകളുടെ മുകളിൽ അത് കൊത്തിക്കൊണ്ടുവരുന്ന ചുള്ളിക്കമ്പുകൾ നിരത്തി വെക്കും. ഈ ചുള്ളിക്കമ്പുകളുടെ മീതെ അത് പുറത്തു നിന്നും കൊത്തിക്കൊണ്ടുവരുന്ന പഞ്ഞിക്കഷ്ണങ്ങളോ നാരോ കൊണ്ട് അത് ഈ ചുള്ളിക്കമ്പുകളുടെ മീതെ വെച്ച് അതിനെ നല്ല മനോഹരമാക്കും. അതിനുശേഷം ഈ അമ്മക്കഴുകൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ അമ്മക്കഴുകൻ അതിൻ്റെ മൂർച്ചയുള്ള കൊക്കുകൾ ഉപയോഗിച്ച് അതിൻ്റെ തന്നെ രോമം കൊത്തിപ്പറിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു ബെഡ് പോലെ ഒരുക്കുകയാണ്, ഒരു മെത്ത പോലെ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം ഈ കഴുകൻ മുട്ടയിടുന്നു. മുട്ടയിട്ട് ഈ കഴുകൻ അതിന് അടയിരിക്കുകയാണ്. കുറേ നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ ഈ മുട്ടകൾ വിരിയും. മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മഹാമടിയന്മാരായ കുഞ്ഞുങ്ങളാണ്. ഈ അമ്മക്കഴുകൻ പുറത്തേക്ക് പറന്നു പോയി എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പൊറുക്കി കൊണ്ടുവന്ന് അപ്പോഴേക്ക് ഈ കുഞ്ഞു കഴുകൻ വായ ഇങ്ങനെ പൊളിച്ചു നിൽക്കും. ആ പായ പൊളിച്ചു നിൽക്കുന്ന കുഞ്ഞു കഴുകൻ്റെ വായിലേക്ക് അമ്മക്കഴുകൻ ഇങ്ങനെ സ്ഥിരം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒന്ന് വായ പൊളിച്ചാൽ തീറ്റ കിട്ടും. ഈ കഴുകന്മാർ ഭയങ്കര മടിയന്മാരായിട്ട് മാറുമെന്നാണ് ആളുകൾ പറയുന്നത്. ഇതിനെ ഗവേഷണം നടത്തിയിട്ടുള്ളവർ പറയുന്നത്. എന്നിട്ട് ഈ കഴുകൻ കുഞ്ഞുങ്ങൾ പറക്കില്ല, കാരണം വായ പൊളിച്ചാൽ അതിനെ തീറ്റ കിട്ടും. അതുകൊണ്ട് മഹാമടിയന്മാരായി ഈ കൂട്ടിൽ തന്നെ അലസതയോട് കൂടിയിരിക്കുകയാണ് ഈ കഴുകന്മാർ. അപ്പൊ എന്തു ചെയ്യുമെന്ന് അറിയോ? ഈ തള്ളക്കഴുകൻ അതിൻ്റെ കൂട് കൊത്തിപ്പറിക്കുകയാണ്. അവസാനത്തെ ചുള്ളിക്കമ്പ് കൂടി അത് കൊത്തിപ്പറിച്ച് താഴേക്കിടുമ്പോൾ ഈ ചുള്ളിക്കമ്പിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കഴുകൻ കുഞ്ഞ് ഈ കഴുകൻ കുഞ്ഞ് ഒരു കല്ല് പോലെ താഴേക്ക് നിപതിക്കും. കാരണം ഈ മടിയൻ പറക്കാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ താഴേക്ക് പതിക്കുന്ന ഈ കുഞ്ഞു കഴുകന്റെ അടിയിലേക്ക് പറന്നു ചെല്ലുന്ന അമ്മക്കഴുകൻ ഇങ്ങനെ ചിറക് പിടിച്ച് ഈ കുഞ്ഞു കഴുകൻ ഇങ്ങനെ താങ്ങി നിർത്തുകയാണ്. താങ്ങി നിർത്തിയിട്ട് ഈ അമ്മക്കഴുകൻ വീണ്ടും ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങും. ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങുന്ന ഈ അമ്മക്കഴുകൻ ഉയരങ്ങളിലെത്തിക്കഴിയുമ്പോൾ വീണ്ടും അതിങ്ങനെ തെന്നി മാറുകയാണ്. തെന്നി മാറുമ്പോൾ അമ്മയുടെ ചിറകിൽ നിന്ന് വീണ്ടും ഈ കുഞ്ഞു കഴുകൻ കല്ലുപോലെ താഴേക്ക് നിപതിക്കുന്നു. വീണ്ടും അതിൻ്റെ അകത്തേക്ക് അടിയിലേക്ക് ഊളിയിട്ട് പറന്നു ചെന്ന് അതിനെ താങ്ങി നിർത്തുന്ന അമ്മക്കഴുകൻ വീണ്ടും ഉയർന്നു പൊങ്ങുകയാണ്. ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ ഈ കുഞ്ഞു കഴുകൻ അതിൻ്റെ കുഞ്ഞു ചിറകുകൾ വിരിച്ച് പറക്കാൻ പഠിക്കുകയാണ്. ഈ ഉപമയാണ് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി കർത്താവ് പറഞ്ഞത് ഈ ഉപമയാണ്. അവിടെ നിന്ന് പറയുകയാണ്, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഉറക്കെ പറ ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കർത്താവ് സഹനങ്ങൾ നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, സഹനങ്ങളുടെ പാനപാത്രങ്ങൾ നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ കഴുകനെ പോലെ പരിശീലിപ്പിക്കാനാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നീ എന്നെ പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, ഓർക്ക പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടി വെച്ചത്, എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും നൽകിയതെന്ന് ഞാൻ അറിയുന്നു. യേശുവേ, ഈ സഹനങ്ങൾ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് എന്നെ പരിശീലിപ്പിച്ചതാണ് എന്ന ബോധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. 2025 പ്രവേശിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കൃപയായി കടന്നു വരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉച്ചത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ,
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിയ കർത്താവിന്റെ തിരുമുൻപേ എന്നിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചേ. കർത്താവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയണം, ആത്മാവിന്റെ വലിയ അഭിഷേകം കൊണ്ട് നിറയണം. എന്റെ കർത്താവേ, വിരിഞ്ഞ ചിറകുകളിലൂടെ കഴുകനെ പോലെ, കഴുകന്റെ കുഞ്ഞിനെ പോലെ അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിച്ച, ഇസ്രായേൽ ജനത്തിനെ പരിശീലിപ്പിച്ച പോലെ ഇന്ന് ഞങ്ങളെയും പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവേ, രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളും പ്രാർത്ഥിച്ചേ. രോഗങ്ങളിൽ വിടുതൽ നൽകുന്ന കർത്താവ്, രോഗങ്ങളിൽ സൗഖ്യം തരുന്ന കർത്താവ്, ചങ്കുപൊട്ടി വിളിച്ച മക്കളെ, ഇതിനേക്കാൾ സ്വീകാര്യമായിട്ടുള്ള നിമിഷങ്ങളില്ല. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ചവർക്ക് വിടുതൽ നൽകുക. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ആത്മാവ് വന്ന് നിറയുന്ന നിമിഷങ്ങളാണ്. തീമഴ പോലെ പരിശുദ്ധാത്മാവ് നിറയണ, പെരുമഴ പോലെ പെയ്തിറങ്ങണം. തീയായി വന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവ്, പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന പരിശുദ്ധാത്മാവ് എന്റെ ശരീരത്തിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണം. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 2025 കർത്താവിന്റെ തിരുകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞേ, ആത്മാവിനെ അയക്കാൻ പ്രാർത്ഥിച്ചേ. തീ പോലെ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കരങ്ങളടിച്ച് എല്ലാവരും പാടി പ്രാർത്ഥിച്ചേ. എല്ലാവരും കരങ്ങളടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി തീ പോലെ ആത്മാവിന്റെ അഭിഷേകം പെയ്തിറങ്ങട്ടെ. ഒരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. കുറച്ചുകൂടി പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമയോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമയോ ആത്മാവിൽ നിറയ്ക്കണമേ. താഴ്വരയിലേക്ക് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, പ്രവാചക, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? അപ്പോൾ പ്രവാചകൻ പറയുന്നു, കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അവ ഒരു കിരുകിരാ ശബ്ദത്തോടെ ഒരുമിച്ച് ചേരുന്നുണ്ട്. പക്ഷേ അവയ്ക്ക് ജീവനുണ്ടായിരുന്നില്ല എന്നാണ് വചനം പറയുന്നത്. മക്കളെ, ഈ കഴിഞ്ഞ 2024 കർത്താവിൽ പ്രത്യാശയില്ലാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ അസ്ഥികളുടെ താഴ്വര പോലെയായിരുന്നു നിന്റെ ജീവനെങ്കിൽ, ഇപ്പോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കടന്നു വരും. പിന്നെ കഴുകന്റെ ചിറകുകളിൽ എന്ന പോലെ പരിശീലിപ്പിച്ച കർത്താവിനോട് അവിടുത്തെ ആത്മാവിനെ അയക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. ശക്തിയോടെ കരങ്ങളിലേക്ക് പാടി പ്രാർത്ഥിച്ചേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഈ ആത്മാവിൽ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഈ ആത്മാവിൽ പ്രവചിച്ച്
മലയിൽ ബലിയർപ്പിച്ചതിന് ശേഷം മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രവാചകൻ. അവൻ തന്റെ കൈകൾ കാലുകൾക്കിടയിൽ തിരികിക്കൊണ്ട് പ്രാർത്ഥനാ നിമഗ്നനായിരിക്കുകയാണ്. 7 പ്രാവശ്യം തന്റെ വൃത്തിനെ അയച്ചു മേഘം വരുന്നുണ്ടോ എന്നറിയാൻ. അവസാനം കൈയുടെ അത്രയും മുഴുപ്പുള്ള ഒരു മേഘം. അത് കാണുമ്പോൾ പ്രവാചകൻ ആഹാബ് രാജാവിനോട് രഥം കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ മഴ പെയ്തിറങ്ങിയപ്പോൾ ആഹാബ് പേടിച്ചു വിറച്ചുപോയി എന്ന വചനം സാക്ഷ്യപ്പെടുത്തുന്നത് അത് ആത്മാവിന്റെ വർഷമാണ്. ഇപ്പം പ്രാർത്ഥിക്കുന്ന നിങ്ങളിലേക്ക് ആഹാബ് വിറച്ചതുപോലെ വലിയ പെരുമഴ പോലെ കർത്താവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകും. ദാഹത്തോടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ ചൊരിയാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന്റെ കൃപയുണ്ടാകാൻ ദാഹത്തോടെ വിളിച്ചുകൊണ്ട് ആത്മാവെ നിറയണമെന്ന് പ്രാർത്ഥിക്കാം. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. സകല ജനത്തിന്റെയും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. 2 കരങ്ങൾ ഉയർത്തി വിളിച്ചേ ഈശോയെ. നമ്മൾ കണ്ടത് ചരിത്രത്തിലൂടെ കടന്നുപോയി ഇസ്രായേൽ ജനത തങ്ങളുടെ ജനനേതാവായ ദാവീദിനെ പോലെ പ്രാർത്ഥിച്ചതാണ്. കർത്താവേ, ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ പ്രത്യാശയർപ്പിച്ചു, എന്നെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിച്ച ആധുനിക ഇസ്രായേലിന്റെ ചരിത്രമാണ്. ലോകത്തിലെ എല്ലാവരും വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ യുദ്ധതന്ത്രം അതീവ കൃത്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ വിജയമല്ല, യാഹ്വേയുടെ വിജയമാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചവർ ഭീതിജനകമായിട്ടുള്ള അടയാളമായി മാറുമെന്നാണ് ആ ചരിത്രം നമ്മൾ കണ്ടത്. നമ്മൾ അപ്പൻ വളരെയേറെ നികൃഷ്ടമായിട്ട് കരുതിയ മകൻ, അവൻ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വിജയത്തിൻ്റെ വെൺകൊടി പാറിച്ച ചരിത്രമാണ് നമ്മൾ കണ്ടത്. വിയറ്റ്നാമിലെ ആർച്ച് ബിഷപ്പ് കർത്താവിൻ്റെ കുറവുകളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ കുറവുകൾ എന്ന് നമ്മളോട് ബോധ്യപ്പെടുത്തിയ ചരിത്രമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഇസ്രായേൽ ജനത്തെ പോലെ ആധുനിക ഇസ്രായേലായ ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കൈവിടരുതേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും യാചനകളെയും അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ രാത്രിയിൽ അങ്ങയോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ, ഈ ബലിവേദി ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകളെല്ലാം അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, ഈ ജനത്തെ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. രാത്രിയിൽ അങ്ങയുടെ വചനം കേൾക്കുന്നതിന് വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന് അങ്ങയെ ആരാധിക്കുകയും വചനം കേൾക്കുകയും ചെയ്യുന്ന ഈ മക്കൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ അവിടുന്ന് സഫലമാക്കിയവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. ഇവർ എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയും അനുഗ്രഹവും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും.